ആദ്യം ഇടതു നിരീക്ഷകൻ എം ജയചന്ദ്രനിലേക്കാണ്. ശ്രീ എം ജയചന്ദ്രൻ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി പറയുന്നതാണ് കോൺഗ്രസും BJPയും തമ്മിൽ ഡീലാണ്, കോൺഗ്രസും RSSും തമ്മിൽ ഡീലാണെന്ന്. എന്താണ് നിങ്ങൾ ഉയർത്തുന്ന ഈ ഡീൽ ആരോപണം? അല്ല, മുഖ്യമന്ത്രി അങ്ങനെ ആരോപണം ഉയർത്തി എന്ന് നീലിമ പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ആരാണ് ആ ഡീൽ ഉയർത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ? അറിയില്ലേ? മുഖ്യമന്ത്രിയാണ് അത് ഉയർത്തിയത്. പാലക്കാട് അല്ലെ, പ്രതിപക്ഷ നേതാവ് ഒരു ഡീൽ ആരോപണം ഉന്നയിക്കുകയാണ്. അതേപോലെ മുഖ്യമന്ത്രിയും തിരിച്ചടിക്കുകയാണ്. അങ്ങനെ BJPയെ ചാരിക്കൊണ്ട് ഒരു ഡീൽ ആരോപണം കോൺഗ്രസിന് മേൽ ആരോപിക്കുകയാണ് മുഖ്യമന്ത്രിയും ചെയ്യുന്നത്, CPM ചെയ്യുന്നത്. അതെ, അത് പ്രതിപക്ഷ നേതാവാണ് ആ ഡീലിന്റെ ഒരു കഥയുമായിട്ട് ഇറങ്ങുന്നത്. സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ. അത് BJP ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള ഡീലിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. KG മാരാരുടെ പുസ്തകത്തിൽ, കുഞ്ഞിക്കണ്ണേട്ടൻ എഴുതിയ പുസ്തകം ഉണ്ടല്ലോ തയ്യാറാക്കിയത്. അതിൽ 91 ഡീലിനെ പറ്റി പറയുന്നുണ്ടല്ലോ. കോലീബി സഖ്യം വ്യക്തമായി വിവരിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. അത് രഹസ്യമൊന്നുമല്ല, ഇപ്പൊ പരസ്യമായ കാര്യമാണത്. അതെടുത്ത് സ്വാഭാവികമായിട്ടും പറയും. അത് പറയുമ്പോ കോൺഗ്രസുകാർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരൊന്നുമല്ല, അതൊക്കെ ഞങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമാണ് എന്ന് ഒരു ഭാഗത്ത് പറയുക. അപ്പോ അടുത്ത ഘട്ടത്തിൽ 2022 RV ബാബു ഉന്നയിച്ച ഒരു വിഷയമുണ്ട്. 2001 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ RSSന്റെ സഹായം തേടിയിരുന്നു എന്ന് പരസ്യമായി പറയുകയാണ് RV ബാബു. അപ്പൊ അന്ന് അത് മാത്രമല്ല, 2006 ഫെബ്രുവരിയിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് MS ഗോൾവാൾക്കറുടെ ബർത്ത് സെന്റിനറി പറവൂർ മനക്കപ്പടി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുന്നത്, പ്രാസംഗികനല്ല, ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് മതഭീകരതയും മുന്നണി രാഷ്ട്രീയവും എന്നുള്ളതാണ്. അന്ന് RSS സംഘടിപ്പിച്ച ആ സെമിനാറിന്റെ വിഷയം തന്നെ. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇദ്ദേഹമാണ്, VD സതീശനാണ്. വിളക്ക് കൊളുത്തി വന്ദിച്ചിട്ടാണ് ആ കാര്യം ചെയ്യുന്നത് എന്നുള്ളതും RV ബാബു തന്നെയാണ് ചിത്രം അടക്കം പുറത്തുവിടുന്നത്. ഇതൊക്കെ തെളിവുകളായി സമൂഹത്തിൽ വരികയല്ലേ. അപ്പൊ അത് മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, കേരള നിയമസഭയിൽ RSSന്റെ BJPയുടെ പിന്തുണയോടുകൂടി ഒരു കോൺഗ്രസ് സാമാജികനെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതവിടെ നിൽക്കുകയാണ്. RV ബാബു 2022 ഉന്നയിച്ച ആരോപണം തെളിവ് സഹിതം നിലനിൽക്കുമ്പോഴാണ് 2026 മാർച്ചിൽ ഇത്ര ഒരു ആരോപണമായ പ്രതിപക്ഷ നേതാവ് വരുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ ഉള്ളടക്കം? എന്നിട്ട് ഇന്ന് വേറൊരു ചാനലിന്, ഒരു ന്യൂസ് ചാനലിന് അദ്ദേഹം അഭിമുഖം കൊടുക്കുകയാണ്. ഞാനതൊരു സെമിനാർ ആയിരുന്നു, അത് പറവൂർ MLA എന്നുള്ള നിലയിൽ പോയി ഉദ്ഘാടനം ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്ന് ഇന്ന് സമ്മതിക്കാതെ തരമില്ല എന്നുള്ള നിലയായപ്പോഴേക്ക് സമ്മതിക്കുന്നുണ്ട് VD സതീശൻ. 2022 2026 ഇതുവരെയും സമ്മതിക്കാതിരുന്ന VD സതീശൻ ആ വിഷയം ഇന്ന് അംഗീകരിക്കുകയാണ്, താൻ ആ പരിപാടിക്ക് പോയിരുന്നു എന്നുള്ളത്. എന്തിനാണ് ഇത്രയും കാലം ഇത് മറച്ചു വെച്ച് താൻ അവിടെ പോയിട്ടില്ലെന്നും 2013 തൃശ്ശൂരിലെ പരിപാടിയിലാണ് പോയിട്ടുള്ളതെന്നും ആവർത്തിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? അവസാനം ഇതെല്ലാം പൊളിച്ചുകൊണ്ട് വസ്തുതകൾ പുറത്തു വന്നപ്പോൾ ഇന്ന് ഈ ബിഗ് TV എന്ന് പറയുന്ന ചാനലിലാണ് ഇന്ന് സമ്മതിക്കേണ്ടി വന്നത്. അതുണ്ടായില്ലേ? അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന എന്താണ് നീലിമ? ഇത് CPM എവിടെയും പറഞ്ഞു നടക്കുന്നില്ലല്ലോ. പക്ഷേ കൊളുത്തി വിട്ടാൽ CPM അങ്ങനെയാണ്, അതിന് പുറകെയാണെന്ന് പറഞ്ഞൊരു ആരോപണം കൊളുത്തി വിട്ടാൽ സ്വാഭാവികമായും അതിന് പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരണം എവിടം വരെയൊക്കെ ചെല്ലുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ഉത്തരവാദിത്തമാണത്. ഇന്ന് അദ്ദേഹം തന്നെയാണല്ലോ തിരിച്ചു പറയുന്നത്, ഞാനത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരു സെമിനാർ മാത്രമായിരുന്നു. ആ സെമിനാർ മാത്രമായിരുന്നോ? MS ഗോൾവാൾക്കറുടെ ബർത്ത് സെന്ററി ആഘോഷം എന്ന് പറയുന്നത് കേവലം ഒരു സെമിനാർ ആയിട്ടാണ് RSS ആഘോഷിക്കുന്നത്? RSSന്റെ പ്ലാറ്റ്ഫോമിലാണ്, BJPയുടെ അല്ല, മറ്റേതെങ്കിലും ഹൈന്ദവ സംഘടനകളെയുമല്ല, RSSന്റെ പ്ലാറ്റ്ഫോമാണത്. അവര് തന്നെയാണ് ആ യോഗം സംഘടിപ്പിച്ചതും. അതിനെ ഇന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നപ്പോഴും കുറച്ചുകൂടെ ലാഘവത്വം നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? അങ്ങനെ സംഭവിക്കുകയില്ല എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഈ അടുത്ത നാടകത്തിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നമ്മളുടെ കേരളത്തിന്റെ, സംസ്ഥാനത്തിന്റെ വികസന പരിപ്രേക്ഷ്യങ്ങളുമായി ബന്ധപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഉയർന്നു വരേണ്ടത്. അതിനു പകരം ഡീലുകളുടെ ഒരു സംഘാതമായി, അത് സംബന്ധിച്ചുള്ള ചർച്ചകളുടെ വേദിയായി
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ശ്രമിച്ചതും ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണെന്ന് ഇവിടുത്തെ വോട്ടർമാരാണ് തിരിച്ചറിയുന്നത്. ഓക്കെ. എൽ ഡി എഫിനെ സംബന്ധിച്ചോളം അതാണ് താങ്കൾ ചോദിച്ചത്. എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ഇത്തരം ഡീലിന്റെ പുറകെ അല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫ്രാസ്ട്രക്ചർ എൽ ഡി എഫിന്റെ ചില ഡീലുകളെ കുറിച്ചും പറയേണ്ടതുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാം.